ഹലോ, നമസ്കാരം. നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങാൻ പോവുകയാണെന്ന് വെക്കാം. അപ്പോൾ നിയമപരമായി നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം? ഇനി അഥവാ അറിഞ്ഞില്ലെങ്കിലോ എന്ത് സംഭവിക്കും? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പ്രോപ്പർട്ടി നിയമത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കൺസെപ്റ്റ്, ഡോക്ട്രിൻ ഓഫ് നോട്ടീസ് അഥവാ നോട്ടീസ് സിദ്ധാന്തം. നമുക്കിന്ന് ഇതിനെക്കുറിച്ച് വളരെ സിമ്പിളായിട്ടൊന്ന് സംസാരിക്കാം. ഒന്ന് ആലോചിച്ചു നോക്കൂ. നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ച് കഷ്ടപ്പെട്ട് ഒരു വീടോ സ്ഥലമോ വാങ്ങി. എല്ലാം കഴിഞ്ഞെന്ന് സമാധാനിച്ചിരിക്കുമ്പോഴാണ് അപരിചിതനായ ഒരാൾ വന്നിട്ട് പറയുന്നത്, ഹേ, ഈ പ്രോപ്പർട്ടിയിൽ എനിക്ക് മുൻപേ അവകാശമുണ്ടെന്ന്. എന്തായിരിക്കും അവസ്ഥ, അല്ലേ? ഇതൊരു പേടി സ്വപ്നം തന്നെയാണ്. അപ്പോ നിങ്ങൾക്കിങ്ങനൊരു കാര്യം മുൻകൂട്ടി എങ്ങനെ അറിയാൻ കഴിയുമായിരുന്നു? നിയമം ഈയൊരു പ്രതിസന്ധിയെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്? അതിനുള്ള ഉത്തരമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ നോട്ടീസ് സിദ്ധാന്തം. അപ്പൊ നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നയാള് നേരിടുന്ന ഈ ഒരു പ്രശ്നം, അതായത് ദ ബയേഴ്സ് ഡിലമ എന്താണെന്ന് നോക്കും. പിന്നെ ഈ നോട്ടീസ് എന്ന് പറയുന്നതിന് രണ്ട് പ്രധാന തരംതിരിവുകളുണ്ട്: ആക്ച്വൽ നോട്ടീസ്, കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കും. അതിനുശേഷം നിയമം അനുസരിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 5 തരം ഇംപ്ലൈഡ് നോട്ടീസ് ഏതൊക്കെയാണെന്ന് വിശദമായിട്ട് നോക്കും. അവസാനം ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ച് ഒരു സമ്മറി. അപ്പൊ കാര്യങ്ങൾ ക്ലിയർ ആവല്ലോ. ശരി, അപ്പൊ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ദ പ്രോപ്പർട്ടി ബയേഴ്സ് ഡിലെമ. ഈ നോട്ടീസ് എന്ന് പറയുന്നത് 1882 ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ടിൽ പറയുന്ന ഒരു നിയമപരമായ ചട്ടക്കൂടാണ്. സിമ്പിളായി പറഞ്ഞാൽ, ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നയാൾക്ക് എന്തൊക്കെ കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ അറിവുണ്ടെന്ന് നിയമം കണക്കാക്കും എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണിത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പേടിസ്വപ്നമില്ലേ, അതിനൊരു പരിഹാരം കൂടിയാണിത്. ഓക്കെ, അപ്പോ ഈ നോട്ടീസിനെ നിയമം പ്രധാനമായും രണ്ടായിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തേത് ആക്ച്വൽ നോട്ടീസ്. പേര് പോലെ തന്നെ നിങ്ങൾക്ക് നേരിട്ട് വ്യക്തമായി കിട്ടുന്ന അറിവ്. ആരോ നിങ്ങളോട് നേരിട്ട് ഒരു കാര്യം പറയുന്നു. രണ്ടാമത്തേതാണ് കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. ഇത് കുറച്ചുകൂടി ട്രിക്കിയാണ്. നിങ്ങളിത് അറിഞ്ഞിരിക്കേണ്ടതായിരുന്നു എന്ന് നിയമം അങ്ങ് ഊഹിക്കുകയാണ്. അതായത്, നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് കിട്ടുമായിരുന്ന അറിവ്. ഇവ തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. കാരണം ഇതിനെ ആശ്രയിച്ചിരിക്കും പലപ്പോഴും കേസിന്റെ ഗതി. അപ്പോ നമുക്ക് ആദ്യത്തേതിലേക്ക് കടക്കാം. ആക്ച്വൽ നോട്ടീസ്. ഇത് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡാണ്, മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ളതും. എന്താണ് ആക്ച്വൽ നോട്ടീസ് എന്ന് വെച്ചാൽ, നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങുന്നതിന് തൊട്ടു മുൻപ് ആ പ്രോപ്പർട്ടിയിൽ മറ്റൊരാൾക്ക് എന്തെങ്കിലും അവകാശമുണ്ടെന്നോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്നോ നിങ്ങൾക്ക് നേരിട്ടൊരു വിവരം കിട്ടുന്നു. അതൊരു കത്തിലൂടെയാവാം, അല്ലെങ്കിൽ ആരെങ്കിലും നേരിട്ട് പറയുന്നതാവാം. അങ്ങനെ കിട്ടുന്ന ഡയറക്റ്റ് ഇൻഫർമേഷനാണ് ആക്ച്വൽ നോട്ടീസ്. ഇതൊന്ന് ക്ലിയർ ആവാൻ നമുക്കൊരു കേസ് നോക്കാം. കേദാർനാഥ് വേഴ്സസ് ശിവനാരായൺ. ഈ കേസിൽ എന്താ സംഭവിച്ചെന്ന് വെച്ചാൽ, ഒരാള് ഒരു വസ്തു വാങ്ങാൻ പോയി. വാങ്ങുന്നതിനു മുൻപ് തന്നെ ആ പ്രോപ്പർട്ടി സംബന്ധിച്ച് വേറൊരു കരാറ് നിലവിലുണ്ടെന്ന് അദ്ദേഹത്തിന് നേരിട്ട് വിവരം കിട്ടി. പക്ഷേ അതൊന്നും കാര്യമാക്കാതെ പുള്ളി ആ പ്രോപ്പർട്ടി വാങ്ങി. പിന്നീട് കേസ് കോടതിയിലെത്തിയപ്പോൾ അദ്ദേഹം വാദിച്ചത്, അയ്യോ, എനിക്കിതിനെക്കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു എന്നാണ്. പക്ഷെ കോടതി അത് സമ്മതിച്ചില്ല. കാരണമെന്താ? അദ്ദേഹത്തിന് ആക്ച്വൽ നോട്ടീസ് കിട്ടിയിട്ടുണ്ട്. അതായത്, നേരിട്ടുള്ള അറിവ് ലഭിച്ചതുകൊണ്ട് ഞാനൊരു നല്ല വിശ്വാസത്തിൽ വാങ്ങിയ ആളാണ് എന്ന വാദം അവിടെ നിലനിൽക്കില്ല. ശരി, ഇനി നമുക്ക് രണ്ടാമത്തെയും കുറച്ചുകൂടി പ്രധാനപ്പെട്ടതുമായ ഭാഗത്തേക്ക് വരാം: കൺസ്ട്രക്റ്റീവ് നോട്ടീസ്. ഇവിടെയാണ് കാര്യങ്ങൾ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആകുന്നത്. ഒരു പ്രോപ്പർട്ടി വാങ്ങുന്നയാൾ ഒരു ഡിറ്റക്റ്റീവിനെ പോലെ ചിന്തിക്കേണ്ടതും പ്രവർത്തിക്കേണ്ടതും ഇവിടെയാണ്. നിയമം നിങ്ങളിൽ നിന്ന് ചില കാര്യങ്ങൾ കണ്ടെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോ ഈ ഡിറ്റക്റ്റീവ് പണിക്ക് നിങ്ങളെ സഹായിക്കാൻ നിയമം 5 ടൂളുകൾ തരുന്നുണ്ട്, അല്ലെങ്കിൽ 5 തരം സൂചനകൾ. ഇവയെ ഇംപ്ലൈഡ് നോട്ടീസ് എന്നും പറയും. നമുക്കിനി ഈ 5 ടൂളുകൾ ഓരോന്നായിട്ട് എടുത്ത് പരിശോധിക്കാം. റെഡിയല്ലേ? ഒന്നാമത്തേതാണ് വിൽഫുൾ അബ്സ്റ്റൻഷൻ ഫ്രം ഇൻക്വയറി. ഇതിന്റെ അർത്ഥം വളരെ സിമ്പിളാണ്. നിങ്ങൾക്കൊരു ഇടപാടിൽ എന്തോ ഒരു പന്തികേട് മണക്കുന്നു, എന്തോ ഒരു സംശയം തോന്നുന്നു. പക്ഷേ അയ്യോ, അതറിഞ്ഞാൽ ചിലപ്പോൾ ഈ കച്ചവടം നടക്കില്ല എന്ന് വിചാരിച്ച് നിങ്ങൾ മനഃപൂർവ്വം അതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിക്കാതിരിക്കുന്നു. ജാണി ജോയിന് കണ്ണടക്കുന്ന പരിപാടി. നിയമത്തിന്റെ കണ്ണിൽ ഇത് അറിവിന് തുല്യമാണ്. സുപ്രീം കോടതിയുടെ ദുർഗാപ്രസാദ് വേഴ്സസ് ദീപ് ചന്ദ് കേസ് ഇതിന് നല്ലൊരു ഉദാഹരണമാണ്. ഇവിടെ പ്രോപ്പർട്ടി വാങ്ങിയ രണ്ടാമത്തെ ആൾക്ക് ചില സൂചനകൾ കിട്ടിയിരുന്നു. അതായത്, ഈ പ്രോപ്പർട്ടിയിൽ വേറെ ആർക്കോ അവകാശമുണ്ടായേക്കാമെന്ന്. പക്ഷെ അദ്ദേഹം അതിനെക്കുറിച്ച് കൂടുതൽ ചോദിക്കാനോ അന്വേഷിക്കാനോ പോയില്ല. ഇതൊരു വിൽഫുൾ അബ്സ്റ്റൻഷനാണെന്ന്, അതായത് മനഃപൂർവ്വം അന്വേഷണത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറിയതാണെന്ന് സുപ്രീം കോടതി കണ്ടെത്തി. അപ്പോൾ എന്താണ് പാഠം? സംശയം തോന്നിയാൽ ചോദിക്കണം. രണ്ടാമത്തെ ടൂൾ അല്ലെങ്കിൽ സൂചനയാണ് ഗ്രോസ് നെഗ്ലിജൻസ്.
പേര് കേൾക്കുമ്പോൾ പേടിക്കണ്ട, ഇത് ഗുരുതരമായ അശ്രദ്ധ എന്നേയുള്ളൂ. അതായത് സാമാന്യബുദ്ധിയുള്ള ഏതൊരാളും ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ ചെയ്യുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോലും നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിയമം അതിനെ ഗ്രോസ് നെഗ്ലിജൻസായി കാണും. രാംകുമാർ കൂണ്ടു വേഴ്സസ് ജോൺ ആൻഡ് മരിയ മെക്വീൻ എന്ന കേസിൽ സംഭവിച്ചത് ഇതാണ്. വാങ്ങുന്നയാൾ വിൽക്കുന്ന ആളുടെ ടൈറ്റിൽ ഡീഡുകൾ, അതായത് ആധാരങ്ങൾ, ശരിയായ രീതിയിൽ പരിശോധിച്ചില്ല. വിൽക്കുന്നയാൾക്ക് ഇത് വിൽക്കാൻ അധികാരമുണ്ടോ എന്ന് പോലും ഉറപ്പുവരുത്തിയില്ല. ഇതൊരു ഗുരുതരമായ അശ്രദ്ധയാണെന്ന് കോടതി പറഞ്ഞു. അപ്പോൾ ഓർക്കുക, നിങ്ങളെ ഹോംവർക്ക് നിങ്ങൾ തന്നെ ചെയ്യണം. രേഖകളൊക്കെ കൃത്യമായി പരിശോധിക്കാനുള്ള ഉത്തരവാദിത്തം വാങ്ങുന്നയാൾക്കുണ്ട്. മൂന്നാമത്തേത് നോട്ടീസ് ബൈ രജിസ്ട്രേഷൻ. ഇതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ നാട്ടിലെ സബ് രജിസ്ട്രാർ ഓഫീസുകൾ ഒരു പബ്ലിക് നോട്ടീസ് ബോർഡ് പോലെയാണെന്ന് വിചാരിക്കുക. ഒരു ആധാരമോ പണയമോ അവിടെ രജിസ്റ്റർ ചെയ്താൽ ആ വിവരം പരസ്യമാക്കി എന്നാണ് നിയമം കണക്കാക്കുന്നത്. അതായത് ആർക്ക് വേണമെങ്കിലും പോയി പരിശോധിക്കാവുന്ന ഒരു വിവരം. തിലക്ധാരി സിംഗ് വേഴ്സസ് ഗൗർ നരേൻ കേസ് നോക്കിയാൽ ഇത് ക്ലിയർ ആകും. ഒരു പണയാധാരം കൃത്യമായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ആ പ്രോപ്പർട്ടി വാങ്ങിയ ആൾ പറഞ്ഞു, എനിക്ക് ഈ പണയത്തെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്ന്. കോടതി സമ്മതിച്ചില്ല. കാരണം സിമ്പിളാണ്, രജിസ്റ്റർ ചെയ്ത ഒരു ഡോക്യുമെന്റിനെക്കുറിച്ച് അറിയില്ല എന്നു പറയുന്നത് നിയമത്തിനു മുന്നിൽ ഒരു ന്യായീകരണമേ അല്ല. രജിസ്റ്റർ ഓഫീസിൽ പോയി രേഖകൾ പരിശോധിക്കേണ്ടത് വാങ്ങുന്നയാളുടെ ഉത്തരവാദിത്തമാണ്. നാലാമത്തെ പോയിന്റ്, നോട്ടീസ് ബൈ പൊസഷൻ. ഇതിലും ലളിതമായി ഒരു നിയമം പറയാനില്ല. നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന വീട്ടിൽ അല്ലെങ്കിൽ ആ സ്ഥലത്ത് വിൽക്കുന്നയാളല്ലാതെ മറ്റാരെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അത് കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടത്തേക്ക് ചെന്ന് ചോദിക്കേണ്ടത് നിങ്ങളുടെ കടമയാണ്. നിങ്ങൾ ആരാണ്, എന്ത് അവകാശത്തിന്റെ പുറത്താണ് ഇവിടെ നിൽക്കുന്നതെന്ന്. മോത്തിലാൽ വേഴ്സസ് കരാബുൽദീൻ കേസില് ഒരു വാടകക്കാരൻ താമസിക്കുന്ന പ്രോപ്പർട്ടി വിറ്റു. പുതിയ ഉടമ ആ വാടകക്കാരനോട് ഒരക്ഷരം പോലും ചോദിച്ചില്ല. പിന്നീട് ആ വാടകക്കാരന്റെ അവകാശങ്ങളെക്കുറിച്ച് തനിക്ക് അറിയില്ലായിരുന്നു എന്ന് വാദിക്കാൻ ശ്രമിച്ചപ്പോൾ കോടതി സമ്മതിച്ചില്ല. കാരണം ഒരാളുടെ കൈവശം ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നത് തന്നെ അയാൾക്ക് അതിൽ എന്തോ അവകാശമുണ്ട് എന്നതിന്റെ ഏറ്റവും വലിയ നോട്ടീസാണ്. പൊസഷൻ ഈസ് നോട്ടീസ് ഓഫ് ടൈറ്റിൽ എന്നാണ് നിയമം പറയുന്നത്. അഞ്ചാമത്തെയും അവസാനത്തതുമായ പോയിന്റ്, ഇംപ്യൂട്ടഡ് നോട്ടീസ് അല്ലെങ്കിൽ നോട്ടീസ് ടു ഏജന്റ്. ഇത് നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കണം. നിങ്ങളൊരു പ്രോപ്പർട്ടി വാങ്ങാൻ നിങ്ങളുടെ സഹായത്തിനായി ഒരു ഏജന്റിനെയോ വക്കീലിനെയോ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഇടപാടുമായി ബന്ധപ്പെട്ട് അവരറിയുന്ന ഏതൊരു കാര്യവും നിയമത്തിന്റെ കണ്ണിൽ നിങ്ങളും അറിഞ്ഞതായി കണക്കാക്കും. അതായത് ഏജന്റിന് കിട്ടുന്ന നോട്ടീസ് നിങ്ങൾക്ക് കിട്ടുന്ന നോട്ടീസാണ്. ശാന്തിദേവി വേഴ്സസ് അമൽകുമാർ ബാനർജി കേസ് ഇതിനൊരു ഉദാഹരണമാണ്. ഇടപാട് നോക്കാൻ ഏൽപ്പിച്ച ഏജന്റിന് പ്രോപ്പർട്ടിയിലുള്ള ഒരു ബാധ്യതയെക്കുറിച്ച് വിവരം കിട്ടി. പക്ഷെ വാങ്ങിയ ആൾ, അതായത് പ്രിൻസിപ്പൽ, പിന്നീട് വാദിച്ചത് എനിക്ക് പേഴ്സണലി ഇതിനെക്കുറിച്ച് അറിയില്ലായിരുന്നു എന്നാണ്. കോടതി അത് തള്ളിക്കളഞ്ഞു. നിങ്ങളുടെ ഏജന്റിന്റെ അറിവിന്റെ ഭവിഷ്യത്തുകളിൽ നിന്ന് നിങ്ങൾക്കൊഴിഞ്ഞു മാറാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ നിയമിക്കുന്ന ഏജന്റ് വിശ്വസ്തനും കഴിവുള്ളവനുമാണെന്ന് ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പം നമ്മൾ ഈ 5 തരം കൺസ്ട്രക്റ്റീവ് നോട്ടീസും അതിനു മുൻപ് ആക്ച്വൽ നോട്ടീസും എന്താണെന്ന് കണ്ടു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചുരുക്കി പറയാം. അപ്പം നിങ്ങൾക്ക് കാര്യങ്ങൾ ഓർത്തുവെക്കാൻ എളുപ്പമാവും. അപ്പോൾ നോക്കൂ, ആക്ച്വൽ നോട്ടീസാണ് ഏറ്റവും സിമ്പിൾ. അതായത് നിങ്ങൾക്ക് നേരിട്ട് കിട്ടുന്ന ഇൻഫർമേഷൻ. പിന്നെ വരുന്ന 5 എണ്ണം കൺസ്ട്രക്റ്റീവ് നോട്ടീസാണ്. അതിൽ ആദ്യത്തെ 2 എണ്ണം, അതായത് വിൽഫുൾ അബ്സ്റ്റൻഷനും ഗ്രോസ് നെഗ്ലിജൻസും, നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട ശ്രദ്ധയെക്കുറിച്ചാണ് പറയുന്നത്. സംശയങ്ങൾ ചോദിക്കാനും വേണ്ടത്തിൽ ശ്രദ്ധിക്കാനുമുള്ള നിങ്ങളുടെ ഉത്തരവാദിത്തം. അടുത്ത 2 എണ്ണം രജിസ്ട്രേഷനും പൊസിഷനും, നിങ്ങൾ പുറത്തേക്ക് നോക്കേണ്ട കാര്യങ്ങളാണ്. അതായത് രജിസ്റ്റർ ഓഫീസിലെ രേഖകളും പ്രോപ്പർട്ടിയിൽ ആരെങ്കിലും ഉണ്ടോ എന്നതും. അവസാനത്തേത് ഇംപ്യൂട്ടഡ് നോട്ടീസ്, നിങ്ങൾ ഏൽപ്പിക്കുന്ന ആളുടെ അറിവ് നിങ്ങളുടേത് കൂടിയാണെന്ന തത്വമാണ്. ചുരുക്കി പറഞ്ഞാൽ, ഒരു പ്രോപ്പർട്ടി വാങ്ങുമ്പോൾ കണ്ണടച്ചു വാങ്ങരുത്. കണ്ണും കാതും തുറന്നുവെച്ച് ഒരു സാധാരണ മനുഷ്യൻ കാണിക്കേണ്ട ശ്രദ്ധ കാണിക്കണം. ഇത്രേ നിയമം പറയുന്നുള്ളൂ. അപ്പോ ഡോക്ട്രിൻ ഓഫ് നോട്ടീസ് എന്ന ഈ കൺസെപ്റ്റിനെക്കുറിച്ച് നിങ്ങൾക്കിപ്പോൾ ഒരു നല്ല ഐഡിയ കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ വെറും ഒരു വാങ്ങുന്നയാൾ മാത്രമല്ല, നിയമപരമായി ചിന്തിക്കുന്ന ഒരു വിവേകമുള്ള വാങ്ങുന്നയാൾ കൂടിയാണ്. എപ്പോഴും ഓർക്കുക, നിയമം അജ്ഞതയെ സംരക്ഷിക്കാറില്ല. ശ്രദ്ധാലുക്കളെയാണ് നിയമം എപ്പോഴും സഹായിക്കുന്നത്.